ലോകപ്രശസ്ത എയർ കണ്ടീഷണർ നിർമ്മാതാക്കളായ ഡൈക്കിൻ ഏറ്റവും പുതിയ 2026 സീരീസ് സ്പ്ലിറ്റ് എസികൾ വിപണിയിലിറക്കി. കേരളത്തിലെ പ്രമുഖ ഡീലറായ കീബീസ് ടെക്നോളജിയിൽ നടന്ന ചടങ്ങിൽ ഡൈക്കിൻ റീജിയണൽ വൈസ് പ്രസിഡന്റ് NK റാവു പുതിയ മോഡലുകളുടെ ലോഞ്ചിംഗ് നിർവഹിച്ചു. സാങ്കേതിക വിദ്യയിൽ മുന്നിട്ട് നിൽക്കുന്ന ഡൈക്കിൻ എയർ കണ്ടീഷണറുകൾ 2025 ഉൾപ്പെടെ 3 പ്രാവശ്യം നാഷണൽ എനർജി കൺസർവേഷൻ അവാർഡ് നേടിയ ഉൽപ്പന്നങ്ങളാണ്. 2026 പുതിയ മോഡലുകൾ എനർജി എഫിഷ്യൻസിയിലും ടെക്നോളജിയിലും മറ്റുള്ളവരെക്കാൾ ബഹുദൂരം മുന്നിലാണെന്ന് ഡൈക്കിൻ റീജിയണൽ വൈസ് പ്രസിഡന്റ് NK റാവു പറഞ്ഞു. It is my pleasure to be today in Manjeri in Kerala. We are here to inaugurate and launch the 2026 new Daikin series in Keybees Technologies, Manjeri. So while you are all aware that Daikin is the world's #1 air conditioning brand, we are the #1 HVAC brand in India also, and certainly we are #1 brand in the Kerala market. Daikin as a brand has a history of almost over 100 years pioneering into air conditioning, and we have spent almost 25 years in Indian market. While in Indian market, we have been able to launch the best of the series in Indian market, whereas Daikin is known for its quality and service. As the #1 air conditioning brand for 2026, we have launched the new B label series, where we have raised the ISCR level for a 5-star machine from 5 to 5.7. When I talk about 5.7, it will give the best cooling efficiency, where you will have the lowest power consumption of എയർ കണ്ടീഷണർ. ഡൈക്കിൻ എയർ കണ്ടീഷണറുകളുടെ പ്രമുഖ ഡീലറായ കീബീസ് ടെക്നോളജി കഴിഞ്ഞ 28 വർഷമായി മഞ്ചേരി കേന്ദ്രമായി പ്രവർത്തിച്ചു വരുന്ന കേരളത്തിലെ തന്നെ ഏറ്റവും മികച്ച HVAC കമ്പനിയാണ്. ഉത്തരവാദിത്തത്തോടെയുള്ള പ്രൊജക്ട്, ഇൻസ്റ്റാളേഷനും വാറണ്ടിയിലും തുടർന്നുള്ള മികച്ച സർവീസുകളും കീബീസിനെ എന്നും മറ്റുള്ളവരെക്കാൾ ജനമനസ്സുകളിൽ പ്രിയപ്പെട്ടവരാക്കി നിലനിർത്തിയിട്ടുണ്ട്. കേരളത്തിലും തമിഴ്നാട്ടിലുമായി നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റ് വിവിധ ബ്രാഞ്ചുകൾ, കേരളത്തിലുടനീളം AM മോട്ടോഴ്സ് ഷോറൂമുകൾ, മെഴ്സിഡസ് ബെൻസ് കേരള, മോറിക്യാബ് റിസോർട്ട് വയനാട്, പ്രസ്റ്റീജ് ഗ്രൂപ്പ് കോഴിക്കോട്, മേഴ്സി ഹോസ്പിറ്റൽ, മാധ്യമം ന്യൂസ് പേപ്പർ, കൃഷ്ണഗിരി അന്താരാഷ്ട്ര ക്രിക്കറ്റ് സ്റ്റേഡിയം എന്നിവ കീബീസ് ടെക്നോളജിയുടെ സംതൃപ്തരായ പങ്കാളികളാണ്. മികച്ച വിലയും ഗുണനിലവാരവും നിലനിർത്തുന്നതോടൊപ്പം തന്നെ ഉയർന്ന പ്രവൃത്തി പരിചയവും പ്രൊഫഷണലിസവുമുള്ള ടെക്നീഷ്യന്മാരുടെ സേവനവും ലഭ്യമാക്കുന്നുണ്ട്. നിലവാരമുള്ള ടെക്നീഷ്യന്മാരെ വാർത്തെടുക്കുന്നതിനായി NSDC ആഭിമുഖ്യത്തിൽ AC ടെക്നീഷ്യൻ അക്കാദമിയും 2025 ആരംഭിച്ചിട്ടുണ്ട്. വിദ്യാർത്ഥികൾക്ക് കോഴ്സ് കഴിഞ്ഞ ഉടനെ കീബീസ് ടെക്നോളജിയിൽ തന്നെ ജോലിയിൽ പ്രവേശിക്കാനും കഴിയുന്നതാണ്. ആദ്യ ബാച്ചിലെ 100% വിദ്യാർത്ഥികളും നിലവിൽ വിജയകരമായി ജോലിയിൽ പ്രവേശിച്ചിട്ടുണ്ട്. നിലവിൽ 2026-27 ബാച്ചിലേക്കുള്ള അഡ്മിഷൻ ഉടൻ ആരംഭിക്കുമെന്നും മാനേജ്മെന്റ് അറിയിച്ചു. ഡൈക്കിൻ കൂടാതെ ലോകോത്തര ബ്രാൻഡുകളായ ഒജിനറൽ, പാനാസോണിക് എന്നിവയുടെ സെയിൽസ് സർവീസ് എന്നിവയും കീബീസിൽ ലഭ്യമാണ്. കീബീസ് ടെക്നോളജി എന്ന് പറയുന്നത് നമ്മൾ 1998 തൊട്ട് മഞ്ചേരിയിൽ സ്റ്റാർട്ട് ചെയ്തൊരു ഫേമാണ്. നമ്മൾ സർവീസിലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. ഇപ്പോൾ ഏകദേശം 100-ലധികം സ്റ്റാഫുകളുള്ള കേരളത്തിൽ ഓൾ കേരള നമ്മൾ വർക്ക് ചെയ്യുന്നുണ്ട്. നമ്മൾ എല്ലാവിധ ഡൈക്കിൻ, ജനറൽ, പാനാസോണിക് തുടങ്ങിയുള്ള ബ്രാൻഡുകളാണ് നമ്മൾ ഡീൽ ചെയ്യുന്നത്. നമ്മൾ ഇൻസ്റ്റലേഷനും ആഫ്റ്റർ സർവീസിനും വേണ്ടിയിട്ട് 100ഓളം സ്റ്റാഫുകൾ നമ്മുടെ കീഴിൽ വർക്ക് ചെയ്യുന്നുണ്ട്. കൂടാതെ നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റ്, AM മോട്ടോഴ്സ്, ജനറൽ, അതുപോലെയുള്ള ബ്രിഡ്ജ് മോട്ടോഴ്സ് തുടങ്ങി മോറിക്കോപ്പ് റിസോർട്ട്, അങ്ങനെയുള്ള ഒരുപാട് വലിയ ഫേമുകളുടെ വർക്കുകളും ഞങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കസ്റ്റമർക്ക് ബെസ്റ്റ് ആഫ്റ്റർ സർവീസ് സപ്പോർട്ട് കൊടുക്കുക, അതുപോലെ സ്പെയർ സപ്പോർട്ടും ആണ് ഞങ്ങൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. അത്ര എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ടെക്നീഷ്യൻസും നമ്മുടെ കയ്യിലുണ്ട്. അറൗണ്ട് ഒരു 20 ഇയേഴ്സോളം എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ടെക്നീഷ്യൻസാണ് നമ്മുടെ കൂടുതലായിട്ടുള്ളത്. ബെസ്റ്റ് ആഫ്റ്റർ സർവീസാണ് നമ്മളിപ്പോൾ പ്രൊവൈഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് നമ്മളെല്ലാ കസ്റ്റമേഴ്സിനും അറിയാവുന്നതാണ്. എക്സ്പെഷ്യലി നമ്മുടെ കസ്റ്റമേഴ്സിനെ നന്ദി അറിയിക്കുന്നു, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നു. ലോഞ്ചിംഗ് ചടങ്ങിൽ ഡൈക്കിൻ റീജിയണൽ വൈസ് പ്രസിഡന്റ് NK റാവു, കേരള ബ്രാഞ്ച് ഹെഡ് സുജിത് ശശിധരൻ, റീജിയണൽ മാർക്കറ്റിംഗ് ഹെഡ് ലക്ഷ്മൺ രാമസ്വാമി, RA ഹെഡ് പ്രദീപ് കുമാർ, കീ അക്കൌണ്ട്സ് മാനേജർ മുബഷിർ മൂത്തേടത്ത്, കൊമേഴ്ഷ്യൽ ഹെഡ് പ്രശാന്ത്, സർവീസ് ഹെഡ് സാജു തുടങ്ങിയവർ പങ്കെടുത്തു. ബിസിനസ് ഡെസ്ക്, ഈസ്റ്റ് ലൈവ്.